ഇടുക്കി തൊടുപുഴയിൽ റോഡരികിലെ കുഴിയിൽ വീണ യുവാവിന് ദാരുണാന്ത്യം. മുതലക്കോടം സ്വദേശി ജെയിംസ് ബെന്നിയാണ് മരിച്ചത്. കലുങ്ക് നിർമ്മിക്കുന്നതിനായി PWD എടുത്ത കുഴിയിൽ വീണാണ് മരണം സംഭവിച്ചത്. കുഴിയടക്കണമെന്ന് നിരവധി തവണ പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന ആരോപണവുമായി പ്രദേശവാസികളും രംഗത്തെത്തി. പൊതുമരാമത്ത് വകുപ്പ് മാസങ്ങൾക്ക് മുമ്പ് കലുങ്ക് നിർമ്മാണത്തിനായാണ് മുതലക്കോടത്ത് റോഡരികിൽ അപകടകരമായ രീതിയിൽ വലിയ കുഴിയെടുത്തത്. എന്നാൽ കലുങ്ക് നിർമ്മാണം പൂർത്തിയാക്കാനോ കുഴി കൃത്യമായി മൂടാനോ അധികൃതർ തയ്യാറായില്ല. ഈ കുഴിയാണ് മുതലക്കോടം സ്വദേശി ജെയ്സിന്റെ ജീവനെടുത്തത്. ഇന്നലെ രാത്രി 10 മണിയോടെ മുതലക്കോടം ഭാഗത്തു നിന്നും തൊടുപുഴയിലേക്ക് വരികയായിരുന്ന ജെയ്സ് ഓടിച്ച ബൈക്ക് കുഴിയിൽ പതിക്കുകയായിരുന്നു. തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ഉടൻ തന്നെ ജെയ്സിനെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നലെ രാത്രി 10:30 മണിക്ക് തൊടുപുഴയിൽ മോലക്കുടത്തിന് പോയ ബൈക്കാണ് ഇത് ആക്സിഡൻറ്റ് പെട്ടത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ 3-4 പേര് കൂടിയാണ് എടുത്ത് മോലക്കുട ആശുപത്രിയിൽ ചെന്നപ്പോഴത്തേക്കും ആളുടെ ജീവൻ പോയായിരുന്നു. ഇപ്പോൾ ഒരു 4-5 അപകടമായി ഈ കുഴി നടക്കുന്നത്. ഇത് 10-15 വർഷമായിട്ട് ഇത് ഇങ്ങനെ തന്നെ കിടക്കുവാണ്. ഇതുവരെ അതിനൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഞങ്ങൾ കൗൺസിലർ എല്ലാവരും ഞങ്ങൾ പറഞ്ഞ പരാതി PWDയിലെല്ലാം പരാതി കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇതുവരെ അത് ശരിയാക്കി എടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ 5-6 അപകടമായി ഇതിങ്ങനെ നടക്കണം. വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് ജെയ്സിന്റെ മരണം. കുഴി മൂടണമെന്നാവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ മുഖം തിരിക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് UDF PWD ഓഫീസ് ഉപരോധിച്ചു. മരിച്ച കുട്ടിക്ക് നഷ്ടപരിഹാരം സംഭവത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വകുപ്പിന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിന്റെ വീഴ്ച ഏത് ഭാഗത്തുനിന്ന് വന്ന് പരിശോധിക്കാൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പിന്റെ വിജിലൻസ് വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കർക്കശമായ നിലപാട് സ്വീകരിക്കും. ഇത് ഏത് ഭാഗത്താണെന്നുള്ള പരിശോധിക്കും. തൊടുപുഴ മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം എല്ലാ വിശദമായ കാര്യങ്ങളും പരിശോധിക്കപ്പെടേണ്ടത്. പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ കർക്കശ നിലപാട് സ്വീകരിക്കും. ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. പൊതുമരാമത്ത് വിജിലൻസ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. ജനം, ഇടുക്കി.